ഇടത് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് IAS അസോസിയേഷൻ. IAS അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ B. അശോക് IAS എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ PR വർക്കുകൾ കൊണ്ട്, പ്രചാരവേലകൾ കൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടത് സർക്കാരിന് ഗുണകരമായ നേട്ടമല്ലുണ്ടാകുന്നത്, മറിച്ച് തിക്തമായ ഫലം, എതിർപ്രചാരമാണ് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. IAS അസോസിയേഷൻ രൂപീകരിച്ച ആ വാർത്തകൾ ക്രോഡീകരിച്ച് അദ്ദേഹം ഇറക്കിയ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പ്രാദേശിക തിരഞ്ഞെടുപ്പിലുണ്ടായ ആ റിസൾട്ടിനേക്കാൾ വളരെ ദയനീയമായ റിസൾട്ടായിരിക്കും ഇക്കുറി ഉണ്ടാകാൻ പോകുന്നതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ നടത്തി വരുന്ന പ്രചാരവേലകൾ കൊണ്ട് അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് IASകാരനായ ഡോക്ടർ B. അശോക് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വളരെ മോശമായ റിസൾട്ടാണ് ഇവർക്കുണ്ടായത്. അതിനേക്കാളും ശക്തമായ എതിർ റിസൾട്ടായിരിക്കും ഇവർക്കുണ്ടാകാൻ പോകുന്നത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലേഖനം എഴുതുമ്പോൾ 5 വർഷം മുമ്പ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വീണ്ടും വരുമെന്നും നല്ല ഭൂരിപക്ഷമാണ് CPMന് കിട്ടാൻ പോകുന്നതെന്ന് എഴുതിയ അതേ വ്യക്തിയാണ്, അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സർക്കാരിന് ദയനീയമായ അവസ്ഥയുണ്ടാകാൻ പോകുന്നതും ഇരുട്ടടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പച്ചയ്ക്ക് ഒരു ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് ഈ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി B. അശോകിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നില്ല? അങ്ങനെ പരാതി കൊടുത്താൽ കേരളം മുഴുവൻ ഈ IAS ഉദ്യോഗസ്ഥരുടെ ഈ അഭിപ്രായം ചർച്ച ചെയ്യപ്പെടുമെന്നും അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകുന്നത് കണ്ടതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാത്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വ്യക്തമാണ്, ഈ സർക്കാർ നിശ്ചയമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങളുടെ ധൂർത്തടിക്കുന്നതെന്നറിയാം. അതിൻ്റെ എല്ലാം പരിണിത ഫലമായിരിക്കും ഈ സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഈ ചിത്രം ആലേഖനം ചെയ്ത ഈ വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട്, ഹോർഡിങ്ങുകൾ കൊണ്ട് ഗുണമല്ല,